ഇപ്പോൾ ഫാദർ ആന്റണി അറക്കൽ KCBC വിദ്യാഭ്യാസ സമിതിയുടെ പ്രതിനിധിയാണ്. ശ്രീ ആന്റണി അറക്കൽ, ഇപ്പോൾ നേരത്തെ ഒരു വലിയ തർക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാർ അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുകയാണ്. അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന വിഷയത്തിൽ ഈ ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാകും. അത് അക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടാം എന്ന നിലപാടിലേക്ക് സർക്കാർ പോവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഇതോടുകൂടി മാറുമോ? നമസ്കാരം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് തന്നെ വളരെ പോസിറ്റീവാണ്. പക്ഷെ അതിൽ എനിക്ക് ഇത്തിരി ക്ലാരിറ്റി വരുത്താനുള്ളത് ഇതാണ്. സുപ്രീം കോടതി NSS മാനേജ്മെന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായി പറഞ്ഞിരുന്നു സമാന മാനേജ്മെന്റുകൾക്കും ഇത് ആപ്ലിക്കബിൾ ആകാമെന്നുള്ളത്. ഇത് കൂടാതെ ഹൈക്കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അനുകൂലമായിട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാവുന്നതേയുള്ളൂ എന്നുകൂടി അവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ തീരുമാനമാണ് ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ഗവൺമെന്റിന് ഒരു ഉത്തരവ് ഇറക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർക്കാവുന്നതാണ്. ഇത് ഒരു സ്ഥലത്തും ഒരു കോടതിയിലും ഇപ്പോ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ഒരു കോടതിയിലും ഇല്ല ഇപ്പോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് തീരുമാനം എടുക്കാം. പിന്നെ കോടതിയിൽ അങ്ങനെ പറയുമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പോയിരിക്കുന്ന കേസിലാണത് പറയാൻ പോകുന്നത്. ഓൾറെഡി കോടതി പറഞ്ഞിരിക്കുന്നതാണ് ഇത് ഗവൺമെന്റ് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വീണ്ടും 16-ാം തീയതി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ പോയിരിക്കുന്ന കേസിൽ പറയുകയാണ് ഞങ്ങൾ ഇതിന് അത് അനുകൂലമായിട്ട് പറയണമെന്ന് ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. പക്ഷെ എങ്കിലും വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും കോടതി വിധിയിൽ ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരുന്നവരിപ്പോൾ അത് മാറിപ്പറയുമ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ഈ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്, സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയിരുന്നത്, ഇതിൽ സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല. മാനേജ്മെന്റുകൾ ആ കാലത്ത് അത് കോടതിയെ അറിയിക്കണമായിരുന്നു, അതവർ ചെയ്തില്ല. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ്. ഇപ്പോൾ പക്ഷേ അതിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ കൂടി ഈ സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ സഭാ നേതൃത്വത്തിന് സംശയമുണ്ടോ? ശ്രീ ആന്റണി അറക്കൽ. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം പറയുകയും അത് നേരെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വേറൊരു നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ പോകേണ്ട ആവശ്യമില്ല. ആകെയുള്ളൊരു കൺസേൺ ഇത്രയേ ഉള്ളൂ. ഇപ്പോഴേ തന്നെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ആ വശം അവർ ചിന്തിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ എടുക്കുന്നത്. കാരണം ഓൾറെഡി സുപ്രീം കോടതിയിൽ ഇതിന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഹൈക്കോടതി ഗവൺമെന്റിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചിട്ട് ആ രീതിയിൽ തന്നെ പറയാമെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കട്ടെ. പക്ഷെ അത് കൂടുതൽ വൈകിക്കുന്നല്ലാതെ അതിന് കൂടുതൽ ബെനിഫിറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ബേസിക്കലി ഇത്രയും നാളും പറഞ്ഞിരുന്ന കാര്യത്തിൽ നിന്നും മാറിയിട്ട് ഈ ഒരു വശം കൂടി ചിന്തിക്കാമെന്നും ഗവൺമെന്റ് പറയുമ്പോൾ അത് വളരെ സ്വാഗതാർഹമായിട്ട് തന്നെ ഞങ്ങൾ എടുക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ബേസിക് വിദ്യാഭ്യാസ കാര്യമാണ്. അപ്പോൾ നമ്മളുടെ 1 മുതൽ 4 വരെയും 5 മുതൽ 10 വരെയും പഠിക്കുന്ന കുട്ടികൾ കൂടുതലും പഠിക്കുന്നത് നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിലാണ്. അപ്പൊ അവിടെ നമ്മളെ ബേസിക് സാധനങ്ങൾ നമ്മൾ ഫൗണ്ടേഷണൽ കാര്യങ്ങൾ നന്നാവാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമല്ല ഇത് എല്ലാ കുട്ടികൾക്കും സംഭവിക്കുന്നുണ്ട്. ഈ നല്ല മാർക്ക് എന്താണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പലരും എയ്ഡഡ് അല്ലാത്ത സ്കൂളുകളിൽ ഇപ്പോ പബ്ലിക് സ്കൂൾ ഞാൻ ഉദ്ദേശിക്കുന്നത് CBSE സ്കൂളുകളോ അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുമ്പോൾ വളരെ സാധാരണക്കാരായുള്ള ജനങ്ങളുടെ കുട്ടികളാണ് എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല അധ്യാപകരെയും സ്ഥിരമായ അധ്യാപകരെയും കിട്ടുന്നത് അവരുടെ അവകാശം കൂടിയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ ഗവൺമെന്റ് ഉത്തരവാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. അതിന് മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ടതില്ല, അനുകൂലമായ ഒരു ഉത്തരവ് ഇറക്കുകയാണ് വേണ്ടത് എന്ന നിലപാടിലാണോ സഭാ നേതൃത്വം? ശ്രീ ആന്റണി അറക്കൽ. ഇപ്പോഴും അവർക്ക് ഉത്തരവ് ഇറക്കാം. കാരണം ഒരു തടസ്സവും ഇപ്പൊ ഇല്ല. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ വിധി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവിറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. സുപ്രീം കോടതിയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് തീരുമാനമെടുക്കാമെന്ന്. അതിനനുസരിച്ചിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഗവൺമെന്റ് തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റ് ആ ഒരു തീരുമാനം പൊളിറ്റിക്കൽ തീരുമാനം എടുക്കാനായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി
അതിനെ സ്വാഗതം ചെയ്യുന്നു. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഫാദർ ആന്റണി അറക്കൽ, KCBC പ്രതിനിധിയാണ്. എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി സംവരണത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ നിലപാട് അറിയിക്കും, അനുകൂലമായ സമീപനം സ്വീകരിക്കും എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണ്. നേരത്തെ സഭാ നേതൃത്വവുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെ ഒരു വലിയ തർക്കങ്ങളിൽ നിന്നൊരു അനുനയം രൂപപ്പെട്ടു വരുന്നു എന്നത് പ്രധാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.